ഇന്നു അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ. 11:58. 2 മിനിറ്റും കൂടെ ബാക്കി നിൽക്കേ എൻ്റെ 21ാമത്തെ വയസ്സ് പൂർത്തിയാവുന്നു അല്ലേ? അമ്മയ്ക്ക് എത്ര വയസ്സ്? 21. ഹലോ ഗൈസ്, ഹലോ ചേട്ടന്മാരെ പ്രശാന്ത് ഏട്ടാ. തിന്നു എന്താ ചുണ്ടിലെന്തോ പറ്റിയേക്കുന്നത്? ചുണ്ടിലെന്തോ പറ്റിയേ? തിന്നുൻ്റെ എന്തോ പറ്റിയേ? അയ്യോ എന്തോ കടിച്ചതാ തോന്നുന്നല്ലേ? ഓട്ടെ, സാരിയില്ല. അതാ അപ്പം മെസ്സേജ് അയച്ചേക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ സ്നേഹമോൾ, ഗോഡ് ബ്ലെസ് യു എന്ന്. അപ്പച്ചനില്ലേ അപ്പുറത്തെ റൂമിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുവോ? 28 ജനുവരി 28 പിന്നെ എത്രയാണ്? 28. എത്രയാണ്? ശരി, അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറ. അപ്പൊ കേക്ക് മുറിക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ പറ അമ്മ. കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എന്റെയാണ് ഹാപ്പി ബർത്ത്ഡേ, എനിക്ക് വിഷ് ചെയ്യേ. ഹാപ്പി ബർത്ത്ഡേ ഷർമോൾ. സംഗീ നോക്കാതെ. താങ്ക് യു. എനിക്ക് എത്ര വയസ്സെന്ന് പറ പ്രശാന്ത് ഏട്ടാ. എന്നെ അറിയിക്കാതെ സർപ്രൈസ് തരാൻ വേണ്ടിട്ടേ കേക്ക് എടുക്കാൻ പറ്റിയ കേക്ക് എടുക്കാൻ പോവാ. അപ്പച്ചനും ചാച്ചനും എല്ലാരും കൂടെ പ്ലാൻ പണ്ണത് മനസ്സിലാവില്ല പ്രശാ ഈ സർപ്രൈസ്. സന്ദീപേട്ടാ, ഷണ്ടീപേട്ടൻ പാവം ഓർക്കത്ത് എഴുന്നേറ്റിരിക്കുക. വലിയ കേക്കോ പ്രശാന്തേട്ടാ? വലിയ പെട്ടിയാന്നേ ഉള്ളൂ. ഈ ടേബിൾ എങ്കിലും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ, കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു 4 വർഷത്തിന് മേലെ ആയി ഞാൻ അടിപൊളിയായിട്ട് ഇങ്ങനെ ഫാമിലിയുടെ കൂടെ ഒരു നന്നായിട്ടൊന്ന് മനസ്സറിഞ്ഞ് കേക്ക് മുറിച്ചിട്ട്. അപ്പം ഈ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. മമ്മീനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം മമ്മി 2-3 ദിവസം മുന്നേ പോയത്. അതുകൊണ്ട് മമ്മിയില്ല എങ്കിലും ഭംഗിയായിട്ട് നമുക്ക് ദൈവം സഹായിച്ച് കേക്ക് മുറിക്കാൻ പറ്റി ഒരുമിച്ച് ഫാമിലിയായിട്ട്. അപ്പം പ്രശാന്തൻ്റെ ഫാമിലി ഇല്ല, അച്ഛനും അമ്മയും രാത്രി ആയതുകൊണ്ട് അവരെ വിളിച്ചിട്ടില്ല. അത് തന്നെ എനിക്ക് തന്നെ സർപ്രൈസ് ആയിരുന്നല്ലോ. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു കേക്കൊക്കെ മുറിക്കാൻ പറ്റി. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. 12 മണിക്ക് മുറിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല. ഫാനിൻ്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ. ആര്? അമ്മയാ? അത് കേക്കോ? കേക്കാണോ അമ്മയാണോ സൂപ്പർ? അമ്മ സൂപ്പറാണ്. രാവിലെ എഴുന്നേറ്റത് ലേറ്റായി. പിന്നെ മേലൊക്കെ കഴുകി വേഗം അടുക്കളയിലോട്ട് കയറി. കാരണം അപ്പയ്ക്കും പോകണം. അപ്പം ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണ് തെന്നൊന്ന് എഴുന്നേറ്റ്. അപ്പോൾ അത് വേഗം ഹോട്ട് കേസിലാക്കി വെക്കുമ്പോഴാണ് തെന്നു എഴുന്നേറ്റ്. പിന്നെ മമ്മി വിളിച്ചു, മമ്മിയോട് കുറച്ച് നേരം സംസാരിച്ചു. ദോശയ്ക്ക് കൂടെ കഴിക്കാൻ ചട്നിയും ചമ്മന്തിയും ഉണ്ടാക്കി കേട്ടോ. ഇതൊരു മുളക് ചട്നിയാണ്. ഇത് പ്രശാന്തൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തെന്നിന് റെഡിയാക്കി. തെന്നിന് വൈറ്റമിൻ എ എടുക്കാൻ പോകണമായിരുന്നു. അപ്പം ഞാനും വെറുതെ ഒരു സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ. ബർത്ത്ഡേ അല്ലേ, എന്നാലും പുറത്ത് പോകുമ്പോൾ വൃത്തിക്ക് പോകാം, ഒരു വ്ളോഗൊക്കെ എടുക്കുന്നതല്ലേന്ന് വിചാരിച്ചിട്ട് റെഡി ആവുന്ന കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വെറുതെ അങ്ങ് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊന്നും ജീവി അങ്ങ് പോകും. സൺസ്ക്രീൻ പോലും ഞാൻ ചില സമയത്ത് ഇടില്ല. പക്ഷേ സൺസ്ക്രീൻ ഇടാതെ പോകുന്നതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ എൻ്റെ മുഖത്ത് കാണാം. പണ്ടൊന്നും പിമ്പിൾസേ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം പിമ്പിൾസ് മാത്രമേ എൻ്റെ മുഖത്തുള്ളൂ. അങ്ങനെ ടാൻ അടിച്ച് കൈയും മുഖമൊക്കെ ടാൻ ഫുള്ളായി. പിന്നെ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു ഒന്ന് ചില്ലായി. ഒരു പൊട്ടും വെച്ചിട്ട് ഞങ്ങളങ്ങ് വേഗം ഇറങ്ങി. ആക്ച്വലി തൃശ്ശൂരാണ് തെന്നുവിൻ്റെ വാക്സിൻ എടുക്കുന്ന ബുക്ക്.
ബുക്കില്ലെങ്കിലും വാക്സിൻ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇറങ്ങിയത്. പക്ഷേ 2 സ്ഥലത്ത് പോയി, 2 സ്ഥലത്തും ബുക്കില്ലാതെ എടുക്കില്ല എന്ന് പറഞ്ഞു. ആദ്യം അവർ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വൈറ്റമിനെ കൊടുക്കാൻ പോയപ്പം, കഴിഞ്ഞ പ്രാവശ്യം വൈറ്റമിനെ അല്ല വേറെ ഏതൊരു സാധനം തെന്നുവിനെ എടുക്കാൻ പോയപ്പോൾ അവരുടെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് ബുക്കില്ലെങ്കിലും കുഴപ്പമില്ല വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിന്ന് പോയത്. ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ബുക്കില്ലാതെ പറ്റില്ല. പിന്നെ ഞാൻ ഇറങ്ങുന്ന വഴിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടു, മീനു, അവളുടെ അമ്മയും അവളുടെ മോനും. അവൾ ലീവിന് വന്നതാണ്. പിന്നെ മുണ്ടൂർ ഹെൽത്ത് സെൻറ്ററിലാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ മൊയയായിട്ട് ഞങ്ങൾ നേരെ പിന്നെ പുതുപ്പരിയാരത്ത് പോയി. നല്ല വെയിലായിരുന്നു. വെയിലത്ത് കൊച്ചിനെയും കൊണ്ട് പോകാതെ അവിടെ നിന്ന് ചെന്നിട്ട് എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ നിന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. കാരണം ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ ഞാൻ ഓൾറെഡി ബിരിയാണി റൈസ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടാണ് പോയത്. ബിരിയാണി റൈസ് നെയ്ച്ചോറാക്കി വെക്കാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പപ്പണിയായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം അതാണ്. അപ്പം ഇന്ന് എന്തായാലും അതുണ്ടാക്കാം, എന്തായാലും സ്പെഷ്യലൊന്നും ഉണ്ടാക്കണ്ടെന്ന് അപ്പം പറഞ്ഞായിരുന്നു. വൈകുന്നേരം പുറത്ത് പോയി കഴിക്കാമെന്നോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം ലേറ്റായിട്ടല്ലേ കിടന്നത്. അപ്പോൾ പോയി വന്നതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ വേഗം അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സന്ദീപ് 7up കൊണ്ട് തന്നാൽ അങ്ങനെ ഞാൻ 7up ഒക്കെ കുടിച്ച് ഞാൻ വേഗം അടിപൊളിയായിട്ടൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി. കുറേ പേര് അതിൻ്റെ ഇടയ്ക്ക് എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനൊക്കെ വിളിച്ചു കേട്ടോ. സുജയ് വിളിച്ചു, തേജു വിളിച്ചു, എൻ്റെ കസിൻസാണ്, അവരൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഓമനാൻറ്റീനെ ഞാൻ വിളിച്ചത് കേക്ക് തരാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓമനാൻറ്റി വന്നു, എനിക്ക് തേങ്ങയൊക്കെ പൊതിച്ച് തന്നു. പിന്നെ തേങ്ങ ചിരവി തന്നു, കുറച്ച് ഫ്രിഡ്ജ് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങി. ഇന്നത്തെ ദിവസം പെട്ടെന്ന് പോയി, കാരണം ഒരുപാട് പണികളുണ്ടായിരുന്നു. അങ്ങനെ നാരങ്ങയൊക്കെ പറിച്ചു. ഈ നാരകത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ളവരെ പറിക്കാൻ പാടുള്ളൂ, കട്ട് പറിക്കാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. നാരകം വളർത്തുന്ന സമയത്ത് അപ്പം അത് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിരിക്കുന്ന നാരകമാണ്. അങ്ങനെ എപ്പോഴൊന്നും കിട്ടില്ല നാരങ്ങ, ഇടയ്ക്കൊക്കെ ഒരു നാരങ്ങ കിട്ടും. പിന്നെ ഞാൻ ഒരാഴ്ചയായി മുറ്റമൊക്കെ അടിച്ചിട്ട്, അപ്പം ചപ്പ് ചവറൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലീനാക്കി. അത് കഴിഞ്ഞപ്പോഴാണ് പട്ടിയെ തുറന്നു വിടണമെന്നല്ലോ ഓർത്ത്. പിന്നെ ജാക്കിനെയും ജൂലിനെയും തുറന്നു വിട്ടു. അങ്ങനെ അവരുടെ കൂടെ തെന്നുവിന് പ്ലേ ടൈമാണ്. വൈകുന്നേരമാണ് ഞങ്ങൾ തെന്നുവിനൊന്ന് പുറത്തേക്ക് ഇറക്കുക. നല്ല വെയിലുമാണ് പകൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പകൽ നമുക്ക് പണിയുള്ള സമയത്ത് അവളെ ഒറ്റയ്ക്ക് പുറത്ത് വിടാൻ പറ്റത്തില്ല, അങ്ങനെ വിടാറുമില്ല. പിന്നെ ഇപ്പോഴത്തെ കാലമല്ലേ, നമ്മളെന്ത് ധൈര്യത്തിൽ പുറത്ത് വിടും. അതുകൊണ്ട് ഞാൻ വിടാറേയില്ല. എപ്പോഴും അവളുടെ മേലൊരു കണ്ണുണ്ടാവും, എൻ്റെയോ സന്ദീപിൻ്റെ അപ്പയുടെ ആരുടെ ആണെങ്കിലും. അപ്പോൾ വൈകുന്നേരം അവളുടെ പ്ലേ ടൈമിൽ അവൾ എന്നെ സഹായിക്കാനായിട്ട് ചപ്പച്ചോറൊക്കെ വാരി തന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ജൂലിയോട് പറ, ജാക്കിയോട് പറ. ജാക്കി നോ അടിക്കില്ലടാ, പോട്ടെ സാരില്ല പറ. അങ്ങനെ പറയില്ലടാ, അത് പാവല്ലേ. ജൂലി, ജൂലി ബാ, ജൂലി ഓടി വന്നേ. രണ്ടുപേരും കൂടെ വന്നാൽ എങ്ങനെയാ? ഇന്നത്തെ ബർത്ത്ഡേയും ഇന്നത്തെ ദിവസവും എനിക്ക് നല്ലതായിരുന്നു. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. പിന്നെ ഇത്രയും പണിയൊക്കെ എടുത്തോണ്ടിരുന്നപ്പോൾ സന്ദീപ് ഒരു ചായയൊക്കെ കൊണ്ടു തന്നു കേട്ടോ. നീ ചായ കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ചായയൊക്കെ വെച്ചു തന്നു. നമ്മുടെ വീട്ടിൽ അങ്ങനെ അമ്മയും അല്ലെങ്കിൽ ഞാനും മാത്രമേ ജോലിക്ക് കയറുള്ളൂ, അടുക്കളയിൽ കയറുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പയും സന്ദീപും ഞങ്ങളില്ലെങ്കിലും ഞങ്ങളുണ്ടെങ്കിലും അറിഞ്ഞ് ജോലി ചെയ്യുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ജെൻഡർ ഡിഫറൻസ് ഒന്നും നമ്മുടെ വീട്ടിലില്ല, എൻ്റെ വീട്ടിലില്ല കേട്ടോ. പിന്നെ ഞാനത് കഴിഞ്ഞിട്ടൊരു ഷോക്കേസൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതലുള്ള ടോയ്സാണ് മമ്മി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് റൂമൊന്ന് വലിയൊരു കണ്ണാടിയൊക്കെ അവിടെ കൊണ്ട് സെറ്റ് ചെയ്തു, കുളിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് പ്രശാന്തേട്ടൻ വന്നായിരുന്നു. പിന്നെ പ്രശാന്തേട്ടനും അപ്പയും കൂടെ പോയി ഫുഡ് വാങ്ങിക്കാൻ വന്നു. തെന്നും കൂടെ പോയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ തെന്നും ഉറങ്ങിയിട്ടാണ് വന്നത്. ബിരിയാണിയാണ് വാങ്ങിച്ചത്. അടുത്ത് പൂരം നടക്കുന്നതുകൊണ്ട് ആ വഴിയുള്ളൊരു ഹോട്ടലിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവർ കുറച്ച് ദൂരെ പോയിട്ടാണ് ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഞങ്ങൾ 4 പേരും ഇന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ ഞങ്ങളൊരു സിനിമ ബാക്കി കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇന്ന് സിനിമയൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയത്. പ്രശാന്തേട്ടനും അപ്പയും അമ്മയും സന്ദീപും കൂടെ തന്ന സാധനം. അപ്പം ഇതാണ് 2 ചുരിദാർ പീസ്. പിന്നെ തെന്നുവിൻ്റെ കൂടെ ഉറങ്ങുന്നതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ടൈം. അപ്പം അവളുടെ കൂടെ കുറച്ച് നേരം കിടന്നു, ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.